പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആലിൻ ഷെറിൻ എബ്രഹാം, ഈ പേര് മലയാളികൾ ആരും തന്നെ ഒരിക്കലും മറക്കില്ല. കാരണം കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറുകയായിരുന്നു ആലിൻ ഷെറിൻ എബ്രഹാം. വെറും 10 മാസം പ്രായമുള്ള ആ കുഞ്ഞു മാലാക ഈ ലോകം വിട്ടുപോയെങ്കിലും നിരവധി കുഞ്ഞുങ്ങളിൽ പുതുജീവനായിട്ട് എന്നും തുടിക്കും. വാഹന അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച ആലിൻ്റെ കരൾ, വൃക്കകൾ, ഹൃദയ വാൽവ്, കണ്ണുകൾ എന്നിവ ദാനം ചെയ്തതിലൂടെ 5 കുഞ്ഞുങ്ങൾക്ക് പുതുജീവൻ ലഭിച്ചു. ഫെബ്രുവരി 13 മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. ഫെബ്രുവരി 5 കോട്ടയത്ത് നിന്നും തിരുവല്ലയിലേക്ക് പോകുന്ന വഴി കുട്ടിയും മാതാപിതാക്കളും സഞ്ചരിച്ചിരുന്ന കാറ് മറ്റൊരു കാറുമായിട്ട് കൂട്ടിയിടിക്കുകയായിരുന്നു. ദിവസങ്ങളോളം ചികിത്സയിലായിരുന്നു ആലിൻ. പിന്നീട് ഉണർന്നതേയില്ല. എല്ലാവരും വേദനയിൽ ആഴ്ത്തി ആ കുരുന്ന് കടന്നുപോയി. പ്രിയപ്പെട്ടവൾ എന്നേക്കുമായി വേർപിരിഞ്ഞതിൻ്റെ തീരാ നൊമ്പരത്തിനിടയിലും അവയവദാനമെന്ന മഹാദാനത്തിലേക്ക് കടക്കുവാനായിട്ട് മാതാപിതാക്കൾ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായിട്ട് ആലിൻ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറി. ആലിൻ്റെ കുടുംബം ഈ ദുഃഖ സമയത്തും കാട്ടിയ മാതൃകപരമായിട്ടുള്ള തീരുമാനം സമൂഹത്തിന് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നേറെ സ്പർശിച്ചത് ആ വലിയ വേദനയുടെ നിമിഷത്തിലും തങ്ങളുടെ മകളെ പകർത്ത് നൽകുവാനായിട്ട് ആ മാതാപിതാക്കൾ തയ്യാറാവുകയായിരുന്നു. അങ്ങനെ ആലിൻ 5 പേർക്ക് പുതുജീവൻ നൽകി ഇന്നും അവരിലൂടെ ജീവിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ പകുത്ത് നൽകുവാനായിട്ട് തയ്യാറായി. കുറച്ച് പേർക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിന് വേണ്ടി, മാനവകുലത്തിന് വേണ്ടി പകുത്ത് നൽകുവാനായിട്ട് തയ്യാറായി. തൻ്റെ ഏകജാതൻ്റെ ശരീരവും രക്തം നൽകിക്കൊണ്ടാണ് പിതാവായ ദൈവം പുത്രനെ നമുക്കായിട്ട് പകുത്ത് നൽകിയത്. പരിശുദ്ധമായിട്ടുള്ള പരിപാവനമായ വിശുദ്ധ കുർബാന എന്ന കൂദാശ സ്ഥാപിച്ചുകൊണ്ടാണ് അവിടുന്ന് നമുക്കായിട്ട് പകുത്ത് നൽകിയത്. മറ്റു കൂദാശകൾ സ്ഥാപിച്ചപ്പോൾ ഈശോയ്ക്ക് വേദനിച്ചില്ല. എന്നാൽ വിശുദ്ധ കുർബാന എന്ന കൂദാശ സ്ഥാപിച്ചപ്പോൾ ഈശോയ്ക്ക് വേദനിച്ചു. കാരണം തൻ്റെ ശരീരവും രക്തം നൽകിക്കൊണ്ടാണ് ഈശോ വിശുദ്ധ കുർബാന എന്ന കൂദാശ സ്ഥാപിച്ചത്. സ്വയം പകുത്ത് നൽകുകയായിരുന്നു ഈ കൂദാശയിലൂടെ. അനേകം പേർക്ക് ജീവൻ നൽകുവാനായിട്ട്, നിത്യ ജീവൻ നൽകുവാനായിട്ട്. യഹൂദനായിട്ടുള്ള ഈശോ ഈ രാത്രി പെസഹ ആഘോഷിച്ചുകൊണ്ട് പഴയ പെസഹയുടെ പശ്ചാത്തലത്തിൽ പുതിയ പെസഹ സ്ഥാപിക്കുകയാണ് ചെയ്തത്. പഴയ പെസഹയുടെ കണ്ടൻറ്റ് എല്ലാം മാറ്റിക്കൊണ്ട് പുതിയ പെസഹയായ വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ് ചെയ്തത്. പഴയ നിയമത്തിലെ എല്ലാ ബലികളുടെയും പൂർത്തീകരണമായിട്ടുള്ള പുതിയ നിയമത്തിലെ ബലിയായിട്ടുള്ള വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ട പരിപാവനമായിട്ടുള്ള ഇന്നേ ദിനം വിശുദ്ധ കുർബാന മധ്യേ വൈദികൻ കാസ്യം പിലാസ്യം ഉയർത്തുമ്പോൾ നിങ്ങളുടെ നിയോഗങ്ങൾ വിശ്വാസപൂർവ്വം ആ കാസിലേക്കും പിലാസിലേക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവം ഉറപ്പായിട്ട് നിങ്ങൾക്ക് നൽകും. ജോബ് 22:28 വചനം ഓർക്കാം. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും, നിൻ്റെ പാതകൾ പ്രകാശിതമാകും. നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും, നിൻ്റെ പാതകൾ പ്രകാശിതമാകും. അങ്ങനെ പുതിയ പെസഹയായ ബലിയായിട്ടുള്ള വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് പുതിയ ബലി അർപ്പിക്കുവാനായിട്ട് പുതിയ നിയമ പൗരോഹിത്യം എന്ന കൂദാശ കൂടി ഈശോ സ്ഥാപിക്കുകയായിരുന്നു പെസഹ തിരുനാളിൽ, ഈ പുണ്യ രാത്രിയിൽ. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു, അത്താഴത്തിനിടയിൽ യേശു എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തൂവാലയെടുത്ത് അരയിൽ കെട്ടി, അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കുവാനും തുടങ്ങി. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു, ലേവ്യർ 8:6-7 വരെയുള്ള വചനങ്ങളിൽ. അനന്തരം മോശ അഹറോനെയും പുത്രന്മാരെയും മുൻപോട്ട് കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകി. അഹറോനെ കുപ്പായം അണിയിച്ച് അരപ്പെട്ട കെട്ടി മേലങ്കി ധരിപ്പിച്ചു. എഫോദിൻ്റെ വിദഗ്ധമായിട്ടുള്ള നെയ്തെടുത്ത പട്ട് അവൻ്റെ അരയിൽ ചുറ്റി.
പഴയ നിയമത്തിൽ മോശ ചെയ്ത അതേ ശുശ്രൂഷ തന്നെയാണ് ഈശോ ഇവിടെയും ചെയ്യുന്നത്. കാല് കഴുകിക്കൊണ്ട് പുതിയ നിയമപ്രകാരം പുരോഹിതന്മാരെ ബലിയർപ്പിക്കുവാനായിട്ട് അഭിഷേകം ചെയ്യുകയാണ് ഇവിടെ. അങ്ങനെ ഈ പുണ്യ രാത്രി വിശുദ്ധ കുർബാനയുടെ പശ്ചാത്തലത്തിൽ വിശുദ്ധ കുർബാന എന്ന കൂദാശ പരികർമ്മം ചെയ്യുവാൻ മറ്റൊരു കൂദാശ കൂടി ഈശോ സ്ഥാപിക്കുകയാണ്, പൗരോഹിത്യം എന്ന കൂദാശ. ആരാണ് പുരോഹിതൻ? ഹെബ്രായ ഭാഷയിലെ കോഹേൻ എന്ന വാക്കിൽ നിന്നുമാണ് പുരോഹിതൻ എന്ന വാക്കിൻ്റെ ഉത്ഭവം. ദൈവ ആരാധനയ്ക്കായിട്ട് സമൂഹത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ട വ്യക്തിയാണ് പുരോഹിതൻ. കർത്താവിൻ്റെ ശുശ്രൂഷകർ, ദൈവ സാന്നിധ്യത്തിൻ്റെ മധ്യസ്ഥരായിട്ട് പ്രവർത്തിക്കുന്നവർ. നിത്യപുരോഹിതനായിട്ടുള്ള ക്രിസ്തുവിനെ അനുകരിക്കുവാനാണ് ഓരോ പുരോഹിതനും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബലിയും ബലിവസ്തുമായി മാറേണ്ടവനാണ് പുരോഹിതൻ. പകത്ത് നൽകുവാനായിട്ട്, സ്വയം ബലിയായി മാറുവാൻ, ഈശോയെ പോലെ സ്വയം ശൂന്യൽക്കരിക്കുവാൻ വേണ്ടിയിട്ട്. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ വാക്കുകളിൽ, ദ പ്രീസ്റ്റ്ഹുഡ് ഇസ് എ ലവ് ഓഫ് ദ ഹാർട്ട് ഓഫ് ജീസസ്. യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹമാണ് പൗരോഹിത്യം. പുരോഹിതൻ ദൈവത്തിൻ്റെ സ്നേഹമാണ്, കരുണയാണ്, കരുണയായി മാറേണ്ടവനാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർക്കുന്നത് നല്ലതായിരിക്കും. പുരോഹിതരും സന്യസ്തരും മാലാഖമാരല്ല, നിങ്ങളെപ്പോലെ തന്നെ വികാരങ്ങളുള്ള മനുഷ്യരാണ്. ആയതിനാൽ അവർക്ക് വീഴ്ചകൾ സംഭവിക്കുമ്പോൾ നമ്മളത് ആഘോഷിക്കുകയല്ല വേണ്ടത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ മക്കൾക്ക് വീഴ്ചകൾ സംഭവിക്കുമ്പോൾ നമ്മൾ അത് ആഘോഷിക്കാറുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെയെങ്കിൽ പുരോഹിതരുടെയോ സന്യസ്തരുടെയോ വീഴ്ചയിൽ ആഘോഷിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്, അവർക്ക് വേണ്ടി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. പലപ്പോഴും സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലും പൗരോഹിത്യത്തെയും സന്യസ്ത ജീവിതത്തെയും താഴ്ത്തി കെട്ടുമ്പോൾ നമ്മളും അതിൻ്റെ ഭാഗമാകാതിരിക്കുവാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഭവനങ്ങളിൽ ഇത്തരം ചർച്ചകൾ നടത്താതിരിക്കുക. ഓർക്കുക, എപ്പോഴാണ് ഒരു പുരോഹിതൻ തോറ്റുപോകുന്നത് നിങ്ങൾക്കറിയാമോ? അത് ഇടവക ജനങ്ങൾ പുരോഹിതന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് മറന്നു പോകുമ്പോഴാണ്. ഇന്ന് വളരെ പ്രത്യേകമായിട്ട് എല്ലാ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. ഇന്ന് മാത്രമല്ല, എല്ലായ്പ്പോഴും. പ്രിയപ്പെട്ടവരെ, നാം അർപ്പിക്കുന്ന ഓരോ ബലിയും പൂർണ്ണമായിട്ട് മാറുക നമ്മളെ തന്നെ മുറിച്ചു നൽകുമ്പോൾ മാത്രമാണ്, നമ്മെ തന്നെ പകുത്ത് നൽകുമ്പോൾ മാത്രമാണ്, സ്വയം ബലിയായി മാറുമ്പോൾ മാത്രമാണ്, ഈശോയെ പോലെ സ്വയം ശൂന്യവൽക്കരിക്കുമ്പോൾ മാത്രമാണ്. നമ്മുടെ ഇടവകയിൽ, കുടുംബജീവിതത്തിൽ, നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മളെ തന്നെ മുറിച്ചു നൽകുവാൻ, പകുത്ത് നൽകുവാനായിട്ട് സ്വയം ബലിയായി മാറുവാൻ, ഈശോയെ പോലെ സ്വയം ശൂന്യവൽക്കരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനായി നമ്മെ സഹായിക്കുന്ന ഒന്നാണ് ഇന്നേ ദിനം ഈശോ നമുക്ക് നൽകിയ സ്നേഹത്തിൻ്റെ കൽപ്പന. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമെന്നുള്ള സ്നേഹത്തിൻ്റെ കൽപ്പന പ്രാവർത്തികമാക്കുമ്പോൾ നമ്മളെ തന്നെ മുറിച്ചു നൽകുവാൻ നമുക്ക് സാധിക്കും, നമ്മെ തന്നെ പകുത്തു നൽകുവാൻ നമുക്ക് സാധിക്കും, സ്വയം ബലിയായി മാറുവാൻ നമുക്ക് സാധിക്കും, കർത്താവിൻ്റെ സ്നേഹമായിട്ട് മാറുവാൻ സാധിക്കും. നമ്മുടെ ഇടവകയിൽ, കുടുംബജീവിതത്തിൽ, നമ്മുടെ ജോലി സ്ഥലത്തൊക്കെ. അതിനാൽ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കൽപ്പന പ്രാവർത്തികമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, ഒത്തിരി ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരു പുണ്യ സായനമാണെന്ന്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം സംഭവിച്ച ഒരു സായനം, ദൈവത്തിൻ്റെ അനന്തമായിട്ടുള്ള സ്നേഹത്തിൻ്റെ സായനം, ദൈവപുത്രനെ ഒറ്റിക്കൊടുത്ത സായനം, ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും മഹത്വമേറിയ സായനം. അങ്ങനെ ഒത്തിരിയധികം സ്മരണകൾ ഉണർത്തുന്ന ഒരു സായനമാണ് ഇന്ന്. ഈ സായനത്തിൽ, ഇന്നത്തെ ബലിയിൽ വളരെ പ്രത്യേകമായിട്ട് എല്ലാ വൈദ്യരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പൗരോഹിത്യം എന്ന മഹാദാനത്തെ സ്മരിച്ചുകൊണ്ട്, അതിനായി അവർ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, അവർ ബലമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും നന്നായി ചെയ്യുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം അവർ കൈകാര്യം ചെയ്യുന്ന കൂദാശകൾ പ്രത്യേകമായിട്ട് വിശുദ്ധ കുർബാന എന്ന സ്നേഹത്തിൻ്റെ കൂദാശ നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, നമ്മെ തന്നെ സ്വയം മുറിച്ചു നൽകുവാൻ, നമ്മെ തന്നെ പകുത്ത് നൽകുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോയുടെ സ്നേഹത്തിൻ്റെ കൽപ്പന നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. മുറിയുവാൻ, മുറിക്കപ്പെടുവാൻ, പകുത്ത് നൽകുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും അതിനായിട്ട് സഹായിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.